തെറ്റിദ്ധാരണകൾ നീക്കി മനാഫും അർജുന്റെ കുടുംബവും ഒന്നിച്ചു. അർജുന്റെ കുടുംബത്തെ കാണാൻ മനാഫ് എത്തുകയായിരുന്നു. പ്രശ്നങ്ങൾ പറഞ്ഞു തീർത്തുവെന്ന് ജിതിനും മനാഫും പ്രതികരിച്ചു. പറയാൻ ഉദ്ദേശിച്ചത് വാർത്താ സമ്മേളനത്തിൽ പൂർത്തിയാക്കാനായില്ലെന്നും വർഗീയവാദിയാക്കിയതിൽ വിഷമമുണ്ടെന്നും അർജുന്റെ സഹോദരി ഭർത്താവ് കൂടിയായ ജിതിൻ പ്രതികരിച്ചു. VS രഞ്ജിത്ത് ചേരുന്നു വിവരങ്ങളുമായി. രഞ്ജിത്ത്, തെറ്റിദ്ധാരണകളെല്ലാം തന്നെ ചർച്ച ചെയ്ത് പരിഹരിച്ചു എന്നാണോ ഇരുവരുടെയും പ്രതികരണങ്ങളിൽ നിന്നും മനസ്സിലാക്കേണ്ടത്? അർജുന്റെ കുടുംബത്തിന് നേരെ നടക്കുന്ന സൈബർ ആക്രമണം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു സഹോദരി അഞ്ജു പോലീസിൽ പരാതി നൽകിയത്. കേസിൽ കഴിഞ്ഞ ദിവസം അഞ്ജുവിന്റെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിരുന്നു. ലോറി ഉടമ മനാഫ് എന്ന പേരിലുള്ള മനാഫിന്റെ യൂട്യൂബ് ചാനലും പരിശോധിച്ചിരുന്നു. ചാനലിൽ അർജുനെയോ കുടുംബത്തെയോ അപകീർത്തിപ്പെടുത്തുന്ന പരാമർശങ്ങളൊന്നും മനാഫ് നടത്തിയിട്ടില്ലെന്നാണ് പോലീസ് കണ്ടെത്തൽ. മാത്രമല്ല, കുടുംബത്തിനെതിരെ സൈബർ ആക്രമണം നടത്തരുതെന്ന് അഭ്യർത്ഥിച്ച് മനാഫ് രംഗത്തെത്തിയിരുന്നു. നിലവിൽ മനാഫിനെ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. അതേസമയം സൈബർ ആക്രമണം നടത്തിയ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകൾ പോലീസ് പരിശോധിച്ചു വരികയാണ്. റിപ്പോർട്ടർ, കോഴിക്കോട്. ഏതായാലും അർജുന്റെ കുടുംബത്തിന് നേരെയുണ്ടായ സൈബർ ആക്രമണ പരാതിയിൽ ലോറി ഉടമ മനാഫിനെ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കിയേക്കും എന്ന് തന്നെയാണ് വിവരങ്ങൾ ലഭ്യമാകുന്നത്. പ്രാഥമിക അന്വേഷണത്തിൽ മനാഫ് അപകീർത്തികരമായി ഒന്നും ചെയ്തില്ല എന്ന് കണ്ടെത്തിയ സാഹചര്യത്തിലാണ് ഇപ്പോൾ തീരുമാനം വന്നിരിക്കുന്നത്. സൈബർ ആക്രമണം അന്വേഷിക്കണമെന്നായിരുന്നു അർജുന്റെ സഹോദരി അഞ്ജുവിന്റെ പരാതിയിലും ഉണ്ടായിരുന്നത്.